ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 619 ഭാഗത്തിലേക്ക് സ്വാഗതം. നിങ്ങളുടെ അധിക സമയം നിങ്ങൾ എങ്ങനെ ചിലവഴിക്കും? 1930 സാമ്പത്തിക വിദഗ്ധൻ ജോൺ മെയ്നാർഡ് കെയ്ൻസ് അവതരിപ്പിച്ച പ്രബന്ധത്തിൻ്റെ കാതലായ ചോദ്യമായിരുന്നു ഇത്. അതിൽ അദ്ദേഹം പറയുന്നത്, 100 വർഷം കഴിയുമ്പോൾ സാങ്കേതികവും സാമ്പത്തികവുമായ പുരോഗതി കൈവരിക്കുന്ന മനുഷ്യൻ ദിവസത്തിൽ 3 മണിക്കൂറും ആഴ്ചയിൽ 15 മണിക്കൂറും ജോലി ചെയ്യുക എന്നുള്ളതായ സ്ഥിതി വരും. ഈ പ്രസിദ്ധമായ ലേഖനം പ്രസിദ്ധീകരിച്ചിട്ട് ഇന്നിപ്പോൾ 94 വർഷത്തോളമായി. എന്നാൽ സാങ്കേതികമായ പുരോഗതി നാം കൈവരിച്ചിട്ട് അത് നമുക്ക് കൂടുതൽ വിശ്രമമല്ല, കൂടുതൽ തിരക്കാണ് സമ്മാനിച്ചിരിക്കുന്നത്. ദൈനംദിന ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ ചെയ്യുവാൻ തക്കവണ്ണമായിട്ട് നമുക്കിന്ന് സാധിക്കുന്നുണ്ട്. എങ്കിലും ദൈവത്തെ അന്വേഷിക്കുവാൻ പോലും സമയമില്ലാത്തവണ്ണം വലിയ തിരക്കിലാണ് നാം ഓരോരുത്തരും. തന്നെ കൊല്ലുവാൻ അന്വേഷിച്ച ശൗൽ രാജാവിൽ നിന്ന് ഓടിയൊളിക്കുന്ന സമയം ദാവീദ് മോവാബ് രാജാവിനോട് ചോദിക്കുന്നുണ്ട്, ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യും എന്ന് അറിയുവോളം എൻ്റെ അപ്പനും അമ്മയും നിങ്ങളുടെ അടുക്കൽ പാർക്കുവാൻ അനുവദിക്കണമേ. ദാവീദ് വലിയ പ്രതിസന്ധിയിലാണ്. ഒരു വശത്ത് തന്നെ കൊല്ലുവാൻ അന്വേഷിക്കുന്ന ശൗൽ രാജാവിൽ നിന്ന് രക്ഷപ്പെടണം, മറുവശത്ത് തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണം. ഈ ഒരു സാഹചര്യത്തിലും ദൈവത്തിൻ്റെ ഇടപെടലിനായി കാത്തിരിക്കുന്ന ദാവീദിനെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകളുടെയും ഭാരങ്ങളുടെയും ഒക്കെ ഇടയിൽ ദൈവത്തെ അന്വേഷിക്കുവാൻ, ദൈവത്തിൻ്റെ ഇടപെടലിനായി കാത്തിരിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കുന്നുണ്ടോ? 27-ാം സങ്കീർത്തനം 14-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. കർത്താവിൽ സ്നേഹമുള്ളവരെ, ജീവിതത്തിൻ്റെ സംഭ്രമകരമായ വേളയിലും നമ്മെ സമാധാനത്തിൽ കാക്കുന്നവനായ ദൈവത്തിൽ ശരണപ്പെടുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.